സെൽഫോണിൻ്റെ അമിതമായ ഉപയോഗം മൂലമുള്ള അപകടങ്ങളെപ്പറ്റി അനേക വാർത്തകൾ മാധ്യമങ്ങളിൽ ഈ അടുത്തയിടെ കാണുകയുണ്ടായി. അതുകൊണ്ടാകണം സെൽഫോണിനെ പറ്റിയുള്ള അനേക ചോദ്യങ്ങൾ 5 ഭൂഖണ്ഡങ്ങളിൽ നിന്നും കൈരളിയുടെ പ്രേക്ഷകരിൽ നിന്ന് എനിക്ക് ലഭിക്കുകയുണ്ടായി. ഈ വാർത്തകളിൽ പലതും അതിശയോക്തിപരവും അർത്ഥസത്യങ്ങളും ചിലപ്പോൾ ശാസ്ത്രീയമായ അടിസ്ഥാനങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്തവയുമായിരുന്നു. അതുകൊണ്ട് എൻ്റെ അഭിപ്രായം പറയുന്നതിന് പകരം വിശ്വവിഖ്യാതങ്ങളും പൊതുവെ അംഗീകരിക്കപ്പെട്ടതുമായ വൈദ്യശാസ്ത്ര കേന്ദ്രങ്ങളുടെയും വൈദ്യശാസ്ത്ര സംഘടനകളുടെയും അഭിപ്രായങ്ങൾ ഞാൻ ഇന്നിവിടെ ഉദ്ധരിക്കാം. അമേരിക്കയിലെ FDA ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ, അമേരിക്കൻ ക്യാൻസർ സൊസൈറ്റി, അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ഈ സംഘടനകളുടെ ആധികാരികമായ അഭിപ്രായങ്ങളാണ് ഞാനിവിടെ ഉദ്ധരിക്കുന്നത്. അമേരിക്കയിൽ മരുന്നിനെ സംബന്ധിച്ചും ഭക്ഷണത്തെ സംബന്ധിച്ചിടത്തും അതിൻ്റെ സേഫ്റ്റി, ഗുണനിലവാരം, ഉപയോഗം ഇതെല്ലാം നിയന്ത്രിക്കുന്നത് ഇവിടുത്തെ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷനാണ്. അതുകൊണ്ട് പൊതുജനങ്ങളും ഡോക്ടർമാരും ഇക്കാര്യങ്ങളിൽ ആത്യന്തികമായി ആശ്രയിക്കുന്നത് FDA നിർദ്ദേശങ്ങളാണ്. സെൽഫോണിനെ പറ്റി അതിൻ്റെ അപകടങ്ങളെപ്പറ്റി ആധികാരികമായി ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അവസാനമായി എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് ഞാൻ അവരുടെ അഭിപ്രായത്തിൽ നിന്ന് ഉദ്ധരിക്കാം. The available evidence does not show that any health problems are associated with using wireless phones, whereas high levels of radio frequency energy can produce health effects by heating tissues. Exposure to low-level RF from cell phones that does not produce heating effects causes no known adverse health effects. Many studies of low-level radio frequency exposures have not found any biological effects. ക്യാൻസർ രോഗത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ചികിത്സയെ സംബന്ധിച്ചും പ്രതിരോധത്തെ സംബന്ധിച്ചും അമേരിക്കൻ ക്യാൻസർ സൊസൈറ്റിയുടെ അഭിപ്രായങ്ങളാണ് ലോകമെമ്പാടും ശ്രദ്ധിക്കപ്പെടുന്നത്. സെൽഫോണും ക്യാൻസറും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി അമേരിക്കൻ ക്യാൻസർ സൊസൈറ്റിയുടെ എപ്പിഡെമിയോളജി വിഭാഗത്തിൻ്റെ തലവനായ മൈക്കൽ തേൺ നൽകിയിരിക്കുന്ന ഔദ്യോഗികമായ അഭിപ്രായത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ ഞാനിവിടെ ഉദ്ധരിക്കാം. അമേരിക്കൻ ക്യാൻസർ സൊസൈറ്റിയുടെ With respect to science, we and our epidemiologists find the evidence to be much weaker than it is being presented by some of the proponents. Cell phone emissions are not ionizing radiations to cause damages to DNA. And of the 17 studies on cell phones use done, none have suggested an association between brain cancer and cell phones. കുട്ടികളിൽ സെൽഫോൺ ഉപയോഗിക്കുന്നതിനെപ്പറ്റി പല കേന്ദ്രങ്ങളിൽ നിന്നും ഉത്കണ്ഠകളും അഭിപ്രായങ്ങളുമുണ്ട്. അതുകൊണ്ട് അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാട്രിഷ്യൻസ് ഇതിനെപ്പറ്റി എന്തു പറയുന്നുവെന്ന് അവരുടെ ഔദ്യോഗിക അഭിപ്രായത്തിൽ നിന്ന് ഞാൻ ഉദ്ധരിക്കാം. The American Academy of Pediatrics does not have an official stance on kids and cell phone, but there is no established cancer risk in children from cell phones nor in adults. The researchers from the largest study, which is ongoing in Scandinavia and other parts of Europe that include children as well as adults, all agree that there is really no compelling evidence there is whatsoever that cell phones are associated with brain tumors or other tumors in children. അവസാനമായി സെൽ ഫോണിനെ പറ്റിയും അതിൻ്റെ അപകടങ്ങളെപ്പറ്റിയും സമഗ്രമായി പരിചിന്തനം ചെയ്ത ശേഷം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ മെയ് 2010 ഇറക്കിയിരിക്കുന്ന അവരുടെ റിപ്പോർട്ടിൽ നിന്ന് ചില ഭാഗങ്ങൾ ഞാൻ ഉദ്ധരിക്കാം.
Electromagnetic Fields and Public Health, World Health Organization. Mobile phones have estimated 4.6 billion subscribers globally. To date, no adverse health effects have been established for mobile phone use. A large number of studies have been performed over the last 2 decades to assess whether mobile phones pose a potential health risk. To date, no adverse health effects have been established for mobile phone use. A number of studies have investigated the effects of radio frequency fields on brain's electrical activity, cognitive functions, sleep, heart rate, and blood pressure in volunteers. To date, researchers does not suggest any ill effects from cell phones. ഈ പഠനങ്ങൾ എല്ലാം സെൽഫോണിൻ്റെ അപകടത്തെപ്പറ്റി പലരും ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നുണ്ട്. ഒന്നാമത്തെ ചോദ്യം, സെൽഫോൺ അതിനകത്ത് മൈക്രോവേവ് എനർജി എമിറ്റ് ചെയ്യുന്നു, ഇത് അപകടകരമാണോ എന്നാണ്. വിദഗ്ധന്മാരുടെ ഉപദേശം സെൽഫോൺ വളരെ പരിമിതമായിട്ടുള്ള റേഡിയോ ഫ്രീക്വൻസി എനർജി മാത്രമേ എമിറ്റ് ചെയ്യുന്നുള്ളൂ. ഇവിടെ അമേരിക്കയിലും ഇന്ത്യയിലും മിക്ക രാജ്യങ്ങളിലും റേഡിയോ ഫ്രീക്വൻസി എനർജി എത്രമാത്രം ആകാം, ഒരു സെൽഫോണിൽ നിന്ന് 1.6 വാട്ട്സ് പെർ കിലോഗ്രാം മാത്രമേ പാടുള്ളൂ അത് ഉപയോഗിക്കുന്ന ആളുടെ ദേഹത്ത്. അത് കൂടുതലായിട്ട് ഇല്ല. അത്രമാത്രമുള്ള എനർജി ഇത് അപകടകരമാണെന്ന് ഇന്ന് വരെ തെളിവൊന്നുമില്ല. രണ്ടാമത്തെ ചോദ്യം സാധാരണ ചോദിക്കുന്നത്, സെൽഫോൺ എമിറ്റ് ചെയ്തത് കാൽസ്യം ഈ മാഗ്നറ്റിക് വേവ്സ് ക്യാൻസറിന് ആകുമോ എന്നാണ്. എക്സ്റേ എമിറ്റ് ചെയ്യുന്നത് പോലെ ഈ മാഗ്നറ്റിക് വേവ്സ് അയണൈസിങ് റേഡിയേഷൻ അല്ല. അതുകൊണ്ട് മോളിക്കുലർ ബോൺസിന് DNA-ക്ക് അത് ഡാമേജ് വരുത്തുവാനായിട്ട് സാധ്യതയില്ല. അതുകൊണ്ട് സെൽഫോൺ ഉപയോഗത്തിൽ നിന്ന് ക്യാൻസർ ഉണ്ടാകുമെന്നുള്ള സാധ്യതയൊന്നും കാണുന്നില്ല. വേറൊരു ചോദ്യം, സെൽഫോൺ ഉപയോഗിക്കുന്നത് ബ്രെയിൻ ട്യൂമർ ഉണ്ടാക്കുന്നു എന്ന് പല റിപ്പോർട്ടുകൾ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും പത്രങ്ങളിലും റേഡിയോയിലും ഒക്കെ വായിച്ചിട്ടുണ്ട്. അത് ശരിയാണോ എന്നാണ്. മറ്റെല്ലാവരെയും പോലെ തന്നെ സെൽഫോൺ ഉപയോഗിക്കുന്നവർക്കും ബ്രെയിൻ ട്യൂമർ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ കാര്യകാരണ സഹിതം ഇത് തമ്മിലൊരു ബന്ധം ഇതുവരെ സ്ഥാപിക്കപ്പെട്ടിട്ടില്ല. സെൽഫോൺ ഉപയോഗിക്കുന്നവർ ചിലർ ലോട്ടറി അടിക്കുന്നുണ്ട്. അതുകൊണ്ട് സെൽഫോൺ കൊണ്ട് നടന്നതുകൊണ്ടാണ് ഈ ലോട്ടറി അടിച്ചത് എന്ന് പറയുന്നത് പോലെയുള്ള ന്യായം മാത്രമേ ഉള്ളൂ സെൽഫോൺ ഉപയോഗിച്ചവർക്ക് ബ്രെയിൻ ട്യൂമർ ഉണ്ടായി എന്ന് പറയുന്നത്. അവസാനമായി, ലോകത്ത് 4.6 ബില്യൺ ഫോൺസ് ഉപയോഗത്തിലിരിപ്പുണ്ട്. ഈ സെൽഫോൺ കൊണ്ട് കാര്യമായി എന്തെങ്കിലും അപകടം ഉണ്ടായിരുന്നെങ്കിൽ ഇതിനകം നാം അറിയുമായിരുന്നു. ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ടും സെൽഫോണിൻ്റെ ഉപയോഗത്തെപ്പറ്റി ഭയമുള്ളവർ എനർജി എമിഷൻ വളരെ നെഗ്ലിജിബിൾ ആക്കാനായിട്ട് ചില മാർഗങ്ങളുണ്ട്. വയർലെസ് ഹെഡ്സെറ്റ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ സ്പീക്കർ ഫോൺ ഉപയോഗിക്കുക. ഇതെല്ലാം കൊണ്ടും ഭയം മാറുന്നില്ലെങ്കിൽ ഫോൺ ഉപയോഗിച്ച് മെസ്സേജ് ടെക്സ്റ്റ് ചെയ്യുക. ഇതെല്ലാം പറഞ്ഞ ശേഷം ഒരു വാണിംഗ് കൂടെ പറഞ്ഞുകൊള്ളട്ടെ. സെൽഫോൺ വ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് 20 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. ഈ 20 വർഷത്തെ ഉപയോഗത്തിനിടയിൽ അപകടം ഒന്നും കാണുന്നില്ല എന്ന് മാത്രമേ ഇന്ന് നമുക്ക് പറയുവാൻ സാധിക്കുകയുള്ളൂ. 40 വർഷം കഴിഞ്ഞ് 50 വർഷം കഴിഞ്ഞ് എന്തെങ്കിലും ദൂഷ്യഫലമുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രവചിക്കാൻ ഇന്ന് സാധ്യമല്ല. ഉദാഹരണമായിട്ട് 10 വയസ്സുള്ള ഒരു കുട്ടി സെൽഫോൺ ധാരാളമായി ഉപയോഗിക്കാൻ തുടങ്ങിയാൽ ആ കുട്ടിക്ക് 60 വയസ്സെത്തുമ്പോൾ 50 വയസ്സിന് ശേഷം ബോൺ ട്യൂമർ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ആർക്കും ഉത്തരം പറയാൻ സാധിക്കുകയില്ല. കുട്ടികളിൽ സെൽഫോൺ ഉപയോഗിക്കുന്നത് ട്യൂമർ ഉണ്ടാക്കാനല്ലെങ്കിലും മറ്റു പല കാരണങ്ങളാൽ അത് നിയന്ത്രിക്കുന്നത് ബുദ്ധിപൂർവമായിരിക്കും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സെൽഫോണിനേക്കാൾ അനേകം ഇരട്ടി ഭയപ്പെടേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. നാം കൊതുകിനെ കൊല്ലാനും മൂട്ടയെ കൊല്ലാനും വേണ്ടി ഉപയോഗിക്കുന്ന DDT ഉണ്ടല്ലോ, അത് ക്യാൻസർ കാരണമാണെന്ന് ഇന്ന് വ്യക്തമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. മിക്ക രാജ്യങ്ങളിലും ഇത് നിരോധിതമായിരിക്കുകയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ന് നമ്മുടെ പല വീടുകളിലും പ്രത്യേകിച്ച് ഹോട്ടലുകളിലും ഈ DDT ധാരാളമായി ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ മറ്റൊന്നാണ് ആസ്ബെസ്റ്റോസിൻ്റെ
ഉപയോഗം ബിൽഡിങ്സ് ഉണ്ടാക്കുന്നതിന്. ഈ ആസ്ബെസ്റ്റോസിസ് ലങ് ക്യാൻസർ ഉണ്ടാക്കുന്നു, മെസോത്തീലിയോമിയ എന്ന അപകടകരമായ ക്യാൻസർ ഉണ്ടാക്കുന്നു എന്ന് വ്യക്തമായ തെളിവുകളുണ്ട്. എങ്കിലും ആസ്ബെസ്റ്റോസ് ഇന്നും ഉപയോഗിക്കുകയും ആസ്ബെസ്റ്റോസ് ഷീറ്റിൻ്റെ കീഴിൽ നമ്മളിൽ അനേകർ കിടന്നുറങ്ങുകയും ചെയ്യുന്നു. കീടനാശിനി എൻഡോസൾഫാൻ, അതിൻ്റെ റിപ്പോർട്ട് അവസാനമായി എത്തിയില്ലെന്ന് പറഞ്ഞ് അതിന്നും തുടർന്നുകൊണ്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതിന് ഒരു ന്യായീകരണവുമില്ല. ഇന്നത്തെ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ അത് നിരോധിക്കേണ്ടതാണ് എന്ന കാര്യത്തിലും സംശയമില്ല. അവസാനമായി ഒരു വാക്കുകൂടി, സെൽഫോൺ മാരകമായ അപകടകാരിയാകുന്നു എന്നതിൽ എല്ലാവരും യോജിക്കുന്ന ഒരു സംഗതിയുണ്ട്. ഇക്കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. സെൽഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്താൽ അത് അനേകരുടെ മരണത്തിന് കാരണമാകുന്നുണ്ട്. ലോകമെമ്പാടും ഇതറിയാം. എല്ലാ മിനിറ്റിലും ഇത് കാരണം അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മദ്യപിച്ച് കാർ ഓടിക്കുന്നതിനേക്കാൾ അപകടകരമാണ് സെൽഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ സെൽഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യുന്നത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള അവസരങ്ങളിൽ പോലീസ് സെൽഫോൺ പിടിച്ചെടുത്തിട്ട് ഇങ്ങനെയുള്ള ആൾക്ക് തിരികെ കൊടുക്കാതിരുന്നു കഴിഞ്ഞാലും കുറ്റമില്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. ഇത് ചിക്കാഗോയിൽ നിന്ന് ഡോക്ടർ വൈ പി തോമസ്. വരുന്ന ആഴ്ചയും ഇതേ സമയം വീണ്ടും കാണാം.